ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാനുവിന് ജയേഷിൻ്റെ ഫോൺ കോൾ വന്ന ശേഷം വിഷമിച്ച സങ്കടത്തോടു കൂടി പുറത്തു വന്നിങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ഗായത്രി ഇത് കണ്ടുകൊണ്ട് വരുന്നത്. അങ്ങനെ ഗായത്രി ഭാനുവിനെ സമാധാനപ്പെടുത്താൻ കേട്ടോ. എന്താണ് മോളെ നീ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത്? നീ ഒന്നും ചിന്തിച്ച് കൂട്ടി വിഷമിക്കരുത്. നിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. പിന്നെ എന്തിനാണ് മോൾ ഇങ്ങനെ വിഷമിക്കുന്നത്? മോൾക്ക് എന്ത് പ്രയാസം വന്നാലും ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് മോൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ കേട്ടോ. അപ്പോൾ ഭാനു പറയണേ, ഇല്ല അമ്മേ, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയണേ. പിന്നെ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ അത് അമ്മയോടും കൂടപ്പുറപ്പുകളോടും പറഞ്ഞോളാം എന്ന് പറയട്ടോ. അങ്ങനെ ഭാനുവിനോട് ഗായത്രി പറയണേ, എപ്പോഴും റൂമിൽ ഇങ്ങനെ തനിച്ചിരുന്ന് ആലോചിക്കുകയോ അടഞ്ഞുകൂടി ഇരിക്കുകയോ ചെയ്യരുത്. പഠിക്കലൊക്കെ കഴിഞ്ഞാൽ കുറച്ചു നേരം മായേച്ചിയുടെ കൂടെ അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. എന്നിട്ട് ഗായത്രി ഭാനുവിനോട് അകത്തേക്ക് കയറി പോകാൻ പറയട്ടെ. അപ്പോഴാണ് മായ അവിടേക്ക് വരുന്നത്. എന്താ അമ്മേ ഭാനു പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവളെ ഒന്ന് ആശ്വസിപ്പിച്ചതാണെന്ന് പറയട്ടോ. അപ്പോൾ ഗായത്രി പറയണേ, എത്രയും പെട്ടെന്ന് ആ മോഹനനെ എഴുതി കൊടുക്കാൻ വേണ്ടി നിന്ന ആ സ്ഥലം അങ്ങ് എഴുതി കൊടുക്കണം, ആ ശല്യം അങ്ങ് തീർക്കണം. അവനെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്, അവൻ കാരണമാണ് നമ്മളെല്ലാവരും ഇത്രയും ദിവസം കുറച്ച് കഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയണേ. അങ്ങനെ ഗായത്രിയും മായും അകത്തേക്ക് കയറുകയാണ് കേട്ടോ. പിന്നീട് ഭാനു ഇരുന്ന് പഠിക്കുന്ന സമയത്താണ് അവിടേക്ക് ഭരത് വരുന്നത്. എന്നിട്ട് ഭരത് പറയണ, മോള് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും പഠിപ്പിൽ ഉഴപ്പിയില്ലല്ലോ, അത് തന്നെ ഏട്ടന് സന്തോഷമുണ്ട്. പിന്നെ മോൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ ഏട്ടനോട് തുറന്നു പറയാം. ഏട്ടനിപ്പോൾ പഴയ ഏട്ടനല്ലല്ലോ, ഇപ്പോൾ പോലീസ് കൂടി ആയതല്ലേ. അതുകൊണ്ട് മോളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും ഏട്ടനോട് തുറന്നു പറയണം. നിനക്ക് ആ ജയേഷിനെ കുറിച്ച് എന്തെല്ലാം അറിയാം? പിന്നെ ജയേഷും നീയും തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിൽ പിന്നെ അങ്ങനെയാണ് പരിചയം എന്ന് വിചാരിക്കാം. പക്ഷേ നീയും ജയേഷും അങ്ങനെയല്ലല്ലോ, അവൻ നിന്റെ സീനിയർ അല്ലേ, പിന്നെ എങ്ങനെയാണ് നീയുമായിട്ട് പരിചയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഭാനു വിശദമായിട്ട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഞാനന്ന് കോളേജിൽ നിൽക്കുന്ന സമയത്താണ്, ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ജയേഷ് വന്ന് പരിചയപ്പെട്ടത്. എവിടെയോ നല്ല കണ്ട പരിചയമുണ്ട്, എവിടെയാണ് വീട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നീട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അവനെ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസങ്ങൾ കാണാതിരുന്നു. പിന്നെ ഞങ്ങളുടെ കോളേജിലെ ക്യാമ്പിൽ എന്നെയും എൻ്റെ ക്ലാസ്സിലെ 2 കുട്ടികളെയും അവൻ കാരണമാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവനെ കണ്ട് നന്ദി പറയാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്നൊക്കെ പറയാട്ടോ. പിന്നീടാണ് ഇങ്ങനെ ഒരു ക്യാമ്പിലേക്ക് പോയത്. പിന്നെ ഇതെല്ലാം അവൻ്റെ ചതിയായിരുന്നു എന്നുള്ളതൊക്കെ പിന്നെയാണ് എനിക്കിപ്പോൾ മനസ്സിലായത് എന്ന് പറയുമ്പോൾ ഭരത് പറയാണ്, അവൻ ഒരു ഫ്രോഡാണ്. അവനും അവൻ്റെ അച്ഛനും കൂടി തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. നീ അവൻ്റെ ഉറപ്പെണ്ണാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവൻ നിന്നോട് കൂട്ടുകൂടാനൊക്കെ വന്നത്. ഇതെല്ലാം അവർ 2 പേരും കൂടി ഒരുക്കിയ കെണിയാണ്. പിന്നെ നമ്മുടെ അമ്മയുടെ പേരിലുള്ള ആ സ്ഥലം തന്നെയായിരുന്നു അവൻ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിന്നെ അവൻ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചത്. നിനക്ക് അവനെ ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഭാനു പെട്ടെന്നങ്ങ് മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. മോൾ ഏട്ടനോട് എല്ലാ കാര്യവും തുറന്നു പറയണം എന്ന് പറയുമ്പോൾ എനിക്കും അവനെ ഇഷ്ടമായിരുന്നു, അവന് അത്രയ്ക്ക് നല്ല സ്വഭാവമായിരുന്നു. പക്ഷേ അവൻ എന്നെ ചതിക്കുകയായിരുന്നുള്ളത് പിന്നീടല്ലേ മനസ്സിലായത്. അവൻ ഒരു ഫ്രോഡാണ് ഏട്ടാ, അതുകൊണ്ട് അവനെ ഇനി വെറുതെ വിടരുത്. അവൻ ഒരു പെൺകുട്ടിയോടും ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ പാടില്ല, അവനെ വെറുതെ വിടരുത് ഏട്ടാ എന്ന് പറയുമ്പോൾ ഭരത് പറയണ, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഈ ഏട്ടനും ഭാവനേച്ചിയും എന്തിനും ഏതിനും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ ഞങ്ങളുടെയൊക്കെ കുഞ്ഞനിയത്തിയല്ലേ എന്ന് പറഞ്ഞ് ഭാനുവിനെ ചേർത്ത് പിടിക്കാൻ കേട്ടോ. എന്നിട്ട് പറയണ, ഞാനും ചില സമയത്ത് കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിച്ചു, പക്ഷേ ഞാനും ഭാവനേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നത്. അതുകൊണ്ട് മോൾക്കും അതിന് സാധിക്കും എന്ന് പറയട്ടോ. അങ്ങനെ മോൾ നന്നായിട്ട് പഠിക്കണം എന്ന് കരുതി എപ്പോഴും ചടഞ്ഞുകൂടി ഇരുന്ന് പഠിക്കേണ്ട, കുറച്ചു നേരമൊക്കെ റിലാക്സ് ചെയ്തോ. ഇനി മോഹനനെയും അയാളുടെ മകനെയും ഞാനാണ് ഇനി വരച്ച വരയിൽ നിർത്താൻ പോകുന്നത്. ഞാനും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അതിലൂടെയാണ് ഇനി അവരെ നടത്തിക്കാൻ പോകുന്നത് എന്നൊക്കെ ഭരത് ഭാനുവിന് പറയാൻ കേട്ടോ. അങ്ങനെ ഭാനുവിന് ഭരത്തിൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ആശ്വാസവും ആവുകയാണ്. പിന്നീട് ഗായത്രിയുടെ അടുത്തേക്ക് ഭരത് ചെന്നിട്ട് ചോദിച്ചറിയുകയാണ് കേട്ടോ, ആ സ്ഥലത്തിനെ കുറിച്ച് ചോദിച്ചറിയുകയാണ്. അപ്പോൾ ഗായത്രി പറയണ, മോനെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അച്ഛൻ ഇങ്ങനെ ഒരു സ്ഥലം തന്നെ എൻ്റെ പേരിൽ വാങ്ങിച്ചിട്ടത് എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, എങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോനെ, എനിക്ക് തീരെ ഓർമ്മയില്ല, എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അവരുമായിട്ടൊന്നും നിങ്ങളൊന്നും കളിക്കാൻ നിൽക്കണ്ട, അവർ അങ്ങനത്തെ ഒരു കൂട്ടങ്ങളാണ്, എന്തിനാണ് വെറുതെ. അവർ ചോദിച്ച പോലെ ആ സ്ഥലം അങ്ങ് എഴുതി കൊടുത്തേക്കാം, എങ്കിൽ പ്രശ്നം തീരുമല്ലോ എന്ന് പറയുമ്പോൾ, അമ്മ ആ സ്ഥലം എഴുതി കൊടുത്തോ, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ സ്ഥലം എവിടെയാണെന്നുള്ളത് എനിക്കൊന്ന് കണ്ടുപിടിക്കണം അമ്മേ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്ന സമയത്ത് ഭരത് പിന്നെ അവിടെ നിന്ന് പോകുന്ന
സമയത്താണ് പെട്ടെന്ന് ഗായത്രി വീണ്ടും ഭരത്തിനെ തിരികെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അച്ഛൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടി വരുന്ന ഒരു ടൈലറിങ്ങാരനായിരുന്നു, അയാളുടെ പേര് എന്തോ ചന്ദ്രശേഖരനെന്നോ അങ്ങനെ എന്തോ ആണ്, നീ ഒന്ന് അന്വേഷിച്ച് നോക്ക് അവിടെയുള്ളവരോട്. അപ്പോൾ അതിന് അയാളിപ്പോൾ ജീവനോടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അതറിയില്ല, പക്ഷേ നിൻ്റെ അച്ഛൻ്റെ പ്രായമായിരുന്നു, എങ്കിലും നീ ഒന്ന് അന്വേഷിച്ച് നോക്ക്, അയാളെക്കുറിച്ച് ആർക്കെങ്കിലും അറിയുമല്ലോ. അപ്പോൾ അയാൾ ഒരു സ്ഥലക്കച്ചവടക്കാരനായിരുന്നു, അയാൾ അച്ഛനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അച്ഛനെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ പേരിൽ വാങ്ങിയ ഈ സ്ഥലത്തെക്കുറിച്ച് ഉറപ്പായും അറിയാൻ പറ്റും, അതുകൊണ്ട് നീ നാളെ തന്നെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ ഭരത്തിന് ചെറിയ ഒരു സൂചന ഗായത്രി പറഞ്ഞതിൽ നിന്ന് കിട്ടുകയാണ്. അങ്ങനെ ഭരത് നാളെ തന്നെ അവിടെ പോയി അന്വേഷിക്കാനുള്ള തീരുമാനമെടുക്കുകയാണ് കേട്ടോ. പിന്നീട് സൂര്യയും ഭാവനയും കൂടി സംസാരിക്കുകയാണ്. ആ ജയേഷ് ഇനിയും ഭാനുവിനെ വെറുതെ വിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, എന്താണ് ചെയ്യുക എന്നൊന്നും ചിന്തിച്ചിട്ട് പോലും എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയണേ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എന്തായാലും ഭാനുവിന് തന്നെ ഇങ്ങനെ ഒരു ചതി പറ്റുമെന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഭാനു അത്രമാത്രം അധികം പഠിക്കാനൊക്കെ ഒരുങ്ങിയ കുട്ടിയല്ലേ, എന്തായാലും അവരുടെ ഒരു ട്രാപ്പ് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അവൻ ഭാനുവിനെ ആ കോളേജിൽ പഠിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു കോളേജ് അന്വേഷിക്കാം, എന്നിട്ട് അവിടേക്ക് മാറ്റാം എന്ന് പറയുമ്പോൾ സൂര്യയോട് ഭാവന പറയണ അത് വേണ്ട എന്ന് പറയട്ടോ. അല്ല, നീ ഒന്ന് വിഷമിക്കാതിരിക്കുക, അതൊക്കെ ശരിയാവും, എന്തായാലും അവൻ എന്താണ് ഇനി അവൻ്റെ നീക്കം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ശേഷം ഭാനുവിനെ ഒരു തരത്തിലും അവൻ പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അപ്പോൾ പിന്നെ നമുക്ക് ആ കോളേജിൽ നിന്നും ഭാനുവിനെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും കോളേജിലേക്ക് ആക്കാമെന്ന് തീരുമാനിക്കാനട്ടോ. ഇത് ഭാവനയുടെ ഫോണിലേക്ക് മോഹനൻ വിളിക്കാൻ കേട്ടോ. അപ്പോൾ മോഹനൻ്റെ കോൾ വരുമ്പോൾ തന്നെ ഭാവനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഒന്നും മിണ്ടാതെ ഹലോ എന്ന് ചോദിച്ച ശേഷം, ആ ഞാനാണ്, മോഹനനാണ്, എന്തായി, നിങ്ങളുടെ കാര്യങ്ങൾ എന്തായി, നിൻ്റെ അമ്മ നിന്നോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാമെന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു, നിൻ്റെ അമ്മ ആ സ്ഥലം എനിക്ക് എൻ്റെ പേരിൽ എഴുതി തരാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിന്നെ ഞാൻ വെറുതെ വിടാൻ പറഞ്ഞത്, അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കുറച്ചു കാലം ആഴി എണ്ണിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എൻ്റെ അമ്മയുടെ പേരിൽ അച്ഛൻ എഴുതിയ ആ സ്ഥലം അത് എനിക്കും എൻ്റെ അമ്മയ്ക്കും അവകാശപ്പെട്ട സ്ഥലമാണ്, ഞങ്ങൾ ആരും അറിയാതെയാണ് അച്ഛൻ നിൻ്റെ അമ്മയുടെ പേരിൽ ആ സ്ഥലം എഴുതിയത്, അത് എഴുതിത്തരാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്നെ വെറുതെ വിടാൻ പറഞ്ഞത്. പിന്നെ ഭാനുവിന് എൻ്റെ മകൻ ജയേഷ് കാരണം ചെറിയൊരു ചീത്തപ്പേരുണ്ടായിട്ടുണ്ട്, അതിനുള്ള പരിഹാരവും ഞാൻ തന്നെ പറയാം. എൻ്റെ മകൻ ജയേഷ് തന്നെ ഭാനുവിനെ വിവാഹം കഴിക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട എന്ന് ഭാവന പറയട്ടോ. തൽക്കാലം അതിനെക്കുറിച്ച് നിങ്ങൾ പറയണ്ട, നിങ്ങൾക്കിപ്പോൾ ആ സ്ഥലം എഴുതി തരണം, അത്രയല്ലേ ഉള്ളൂ, അതിനെക്കുറിച്ച് നാളെ തന്നെ അമ്മ ഒരു തീരുമാനമെടുക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വയ്ക്കുന്നത്. അപ്പോഴത്തേക്കും സൂര്യ അവിടേക്ക് വന്നിട്ടുണ്ടാവും. എന്നിട്ട് സൂര്യ ചോദിക്കുകയാണ്, എന്താണാവോ ആ മോഹനൻ പറയുന്നത്, സ്ഥലത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എന്നെ അയാൾ ആ സ്ഥലം എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണത്തെ വെറുതെ വിട്ടത്, അല്ല എന്നുണ്ടെങ്കിൽ എന്നെ അവർ അഴി എണ്ണിക്കണമെന്നായിരുന്നു അത്രേ അവരുടെ മനസ്സിലെ തീരുമാനം എന്ന് പറയുമ്പോൾ എന്താ അവനെന്താ ജഡ്ജാണോ, അവനങ്ങ് തീരുമാനമെടുക്കാൻ, അവൻ ഇന്ന് ഒരു ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞ് സൂര്യ അങ്ങ് ദേഷ്യം വരികയാണ്. പിന്നീട് ഭാവനയോട് പറയുന്നത് അവൻ്റെ കളി തന്നെയാണ്, അവനും അവൻ്റെ മകനും കൂടി നിൻ്റെ അമ്മയുടെ പേരിലുള്ള ആ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കളി കളിച്ചത്, എന്തായാലും ആ സ്വത്ത് എത്രയും പെട്ടെന്ന് അവന് തന്നെ അങ്ങ് എഴുതി കൊടുത്തേക്ക്, അതോടുകൂടി ആ തലവേദന അങ്ങ് തീരുമല്ലോ എന്ന് രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ്. പിറ്റേ ദിവസമാകുന്ന സമയത്ത് ഗായത്രി ഭാവനയെ ഫോൺ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഭരത് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഗായത്രി വിജയപത്മനോട് സംസാരിക്കുമ്പോഴാണ് ഭരത് ഇങ്ങനെ അന്വേഷിച്ച് വരുന്നത് കേട്ടോ. അങ്ങനെ വിജയപത്മൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഭരത് ഇക്കാര്യം വേണ്ടി പറയും. അമ്മയുടെ പേരിൽ മുത്തശ്ശൻ വാങ്ങിയ ആ സ്ഥലമില്ലേ, അത് കുറച്ചൊന്നുമല്ല അമ്മേ, ഏക്കർ കണക്കിനാണെന്ന് പറയുമ്പോൾ വിജയപത്മൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 10-20 കോടി രൂപയോളം വില വരും, കണ്ണു വെച്ചിട്ട് തന്നെയാണ് അവർ ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ സേതു ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. മായും എല്ലാവരും ആ തരിച്ച് ഷോക്കായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ വിജയപത്മൻ പറയണേ, ഇത് അവൻ വല്ലാത്തൊരു കളി തന്നെയാണ് കളിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇനി നമ്മൾ ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കണം, അവന് ഒരിക്കലും ആ സ്ഥലം എഴുതി കൊടുക്കരുത്, വെറുതെയല്ല അവൻ ഭാനുവിനെ വെച്ച് കളിക്കാൻ വേണ്ടി ഒരുങ്ങിയത്, അതുകൊണ്ട് നമ്മളിവിടെ ബുദ്ധിപൂർവ്വം നീക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കും, ഒരിക്കലും ഗായത്രി ഈ സ്വത്തുക്കൾ എഴുതി കൊടുക്കരുത്, അതിനുള്ള എല്ലാ വഴിയും ഭരത്തെ നീ തന്നെ നോക്കണം, എന്തായാലും നീ ഭാവനയെ വിളിച്ചു വരുത്ത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗായത്രി ഭാവനയോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ഭാവനയും സൂര്യയും കൂടി വീട്ടിലെത്തിയ ശേഷം ഇക്കാര്യം ഭരത് അവരുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ഭാവനയും സൂര്യയൊക്കെ അങ്ങനെ അതിശയിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ ഭാവനയും തീരുമാനമെടുക്കുകയാണ്, ഒരു കാരണവശാലും അയാൾക്ക് ഈ
ഈ സ്വത്തുക്കൾ അമ്മ എഴുതി കൊടുക്കരുത്. ഇത് നമ്മളോട് വലിയൊരു ചതി തന്നെയാണ്. നമ്മളെ ഒരു വലിയ കെണിയിൽ പെടുത്തിയ ശേഷം ആ സ്വത്തുക്കൾ അങ്ങ് ചുളിവിലങ്ങ് തട്ടിയെടുക്കാമെന്നാണ് അയാൾ കരുതിയത്. അയാളെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണമെന്നുള്ളത് എല്ലാവരും കൂടി തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ ഭരത് ഇനി അടുത്ത കളിക്ക് ഇറങ്ങാൻ പോവുകയാണ്. എന്നിട്ട് മോഹനനെയും ജയേഷിനും ചേർന്ന് 8ന്റെ പണി തന്നെയാണ് കേട്ടോ അവർക്ക് ഇനി കൊടുക്കാൻ പോകുന്നത്. അവരെയൊക്കെ ഇനി കോടീശ്വര പ്രഭുവാണെന്ന് അറിയുന്ന സമയത്ത് ജയനിർമ്മലയുടെ ഒക്കെ കിളി പോയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അജയനും പ്രസീതയും ഒക്കെ ആകെ അന്തം വിട്ട് കിളി പോയ മട്ടിലാണ് ഈ ഒരു കാര്യം കേൾക്കുന്നത്. സൂര്യ ഇക്കാര്യം ദേവന്റെ മുന്നിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാണ്. അപ്പോൾ മാനസയും സുനിലും എല്ലാവരും വിട്ടു പോവുകയാണ്. ജയനിർമ്മലയ്ക്ക് ഭാവനയെ എത്രമാത്രം സ്വത്തുക്കളില്ല എന്നും പണമില്ല എന്നും പറഞ്ഞ് പരിഹസിച്ചതിന് ജയനിർമ്മലയ്ക്ക് ഇനി ഭാവന ഇനി ഇത്രയും വലിയ കോടീശ്വരിയാണെന്ന് അറിയുന്ന സമയത്ത് ഭാവനയുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ ജയനിർമ്മല അന്തം വിട്ട് നിന്നു പോവാണ്.